പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ എന്നും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഐ.എം. വിജയൻ. ഐ.എം. വിജയൻ സാറിനെ പറ്റിയിട്ട് നമ്മൾക്ക് എത്രത്തോളം നമ്മൾ കേരളത്തിൽ ഓരോരു ഫുട്ബോൾ സ്നേഹിക്കുന്ന വ്യക്തികളും ഐ.എം. വിജയൻ സാറിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്കുകളിലേക്കൊന്ന് നമുക്ക് കണ്ണോടിക്കാം. രാഷ്ട്രീയത്തിൽ ചെല്ലുന്നതിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ. ഇവിടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ്. ഐ.എം. വിജയൻ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് 86-87 കരുണാകരൻ സാറുള്ളപ്പോഴാണ് എല്ലാവർക്കും ഒരു പ്രതീക്ഷ. ഐ.എം. വിജയൻ സാറ് ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഒരുപാട് ആൾ, കാരണം വെച്ചാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മൂപ്പർ കിട്ടിയിട്ടുണ്ട് എന്തായാലും വിജയിക്കും. അങ്ങനെയുള്ള സംഭവമാണ്. സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി വരെ ആളുകളെ വിട്ടിട്ട് മത്സരിക്കാനും വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി. എന്തുകൊണ്ട് എന്ന് വെച്ചാലില്ലേ, ആ മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യൻ. വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് പറയുന്നതെന്നല്ലേ. പിന്നെ ഞാൻ കളിച്ച് കേരള പോലീസിൽ കളിച്ച്, പിന്നെ 91 മോഹൻ ബാലിന് പോയി തിരിച്ചു വന്നു. കഴിഞ്ഞിട്ട് 93 തിരിച്ചു വന്നിട്ട് സന്തോഷ് ട്രോഫി വിൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോഴേക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കരുണാകരൻ സാർ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ പ്രൊമോഷൻ മേടിച്ചില്ല, കാരണം ഞാൻ കൽക്കട്ടയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി 16 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. വീണ്ടും കേരള പോലീസിൽ കയറാൻ വേണ്ടി. അപ്പം ഇന്ന് സാറുണ്ട്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ സന്തോഷുണ്ട്, പിന്നെ സുധീറുണ്ട്. അവരെ എഴുതിയിട്ട് ഷബ് സാർ പറഞ്ഞ് നിങ്ങൾക്ക് പോലീസിൽ കയറണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കയറണം എന്ന് പറഞ്ഞു. 2 കൊല്ലം വന്നിട്ട് സെവൻസ് കളിച്ച് നടന്നു. ഒരു തോന്നി എനിക്ക് പോലീസിൽ കയറണം. അപ്പം അന്ന് കൊടിയേരി സാറാണ് ആഭ്യന്തരമന്ത്രി. അപ്പോൾ കൊടിയേരി സാറിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുകൊടുത്ത്, ഇങ്ങനെ പേപ്പർ എഴുതി കൊണ്ടുകൊടുത്ത്. പറഞ്ഞ് എന്താ പോലീസ് പേടിച്ചിട്ടാണ് പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അതല്ല, വീടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് ഒരു 2011 ജോയിൻ ചെയ്ത്. അപ്പോൾ ഞാൻ SIയുടെ കയറിയത്. പിന്നെ മറഡോണൊക്കെ വന്നപ്പോൾ എനിക്ക് ഡബിൾ പ്രൊമോഷൻ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറായിരുന്നു ഡബിൾ പ്രൊമോഷൻ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് AC ആയിട്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ഞാൻ സഖാവിൻ്റെ അടുത്ത് പോയി, പിണറായി സാറിൻ്റെ അടുത്ത് പോയി, സാർ എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. AC ആയി കഴിഞ്ഞാൽ അപ്പോൾ നോക്കാം, ആള് ചെയ്യാന്ന് പറയാം, നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദോഷം. എനിക്ക് അന്ന് AC ആയിട്ട് കിട്ടി. പക്ഷെ എനിക്ക് പത്മശ്രീ കിട്ടുമ്പോൾ BJP ആയിരുന്നു. പത്മശ്രീ കിട്ടുമ്പോൾ BJP ആണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് പത്മശ്രീ കഴിഞ്ഞിട്ട് പിന്നെ സാറിൻ്റെ അടുത്ത് ചെന്നു ഞാൻ, പിണറായി സാറിൻ്റെ അടുത്ത്, സാറ് ഒരു പ്രൊമോഷൻ കിട്ടിയെങ്കിൽ അത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ റിട്ടയർഡ് ചെയ്യേണ്ട തലേദിവസം എനിക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പം എന്നെ സംബന്ധിച്ച് ഈ 3 പേര് എൻ്റെ കൂടെ ഉണ്ട്. അപ്പം എനിക്കൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും അല്ല, കൽക്കട്ടയിൽ നിന്ന് മറ്റേ ഒരിക്കലും വിളിച്ചില്ല, ഇതവരെ ലൈഫിൽ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ദാസ് കൃഷ്ണൻ കണ്ട് പ്രസിഡന്റ് ആയിരുന്നു പണ്ട്. ആൾ മരിച്ച്, ആൾ കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ ആളുടെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഇലക്ഷൻ വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിപ്പോൾ അടുത്ത് ഒരു 3 ആഴ്ച മുന്നേ അത് മോദി സാർ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്തതാണ് ആ രജിസ്ട്രേഷൻ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പോൾ ആളെ ഇലക്ഷൻ കാരണം ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം മതി, എനിക്ക് വേറെ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. എല്ലാവരും വേണം എനിക്ക്, കാരണം ഞാനൊരു നാഷണൽ ഫിഗറാണ്. അതുകൊണ്ടാണ് എല്ലാ ഫുട്ബോൾ പ്രേമികളും കേരളത്തിലുള്ളവരും കേരളത്തിൽ പുറത്തുള്ളവരും എന്നെ അങ്ങനെ സ്നേഹിക്കണം. എനിക്ക് അതാണ് താല്പര്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചത്. കാരണം എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഏതൊരു സിനിമ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഫുട്ബോൾ കലാപോ ഇതിലാണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതില്ലേ ഇന്ന പാർട്ടിക്കാർ എന്ന് പറഞ്ഞിട്ടല്ല. ഇവരുടെ മനസ്സിലേക്ക് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും
ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവർ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാതിരിക്കലാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇവരെ സ്നേഹിക്കുന്നത് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ എന്നില്ല. സിനിമ ആക്ടറെ സ്നേഹിക്കുന്നത് അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടുണ്ടോ? ഇല്ല. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ലീഗാണെങ്കിലും അങ്ങനെ എല്ലാ ഇത് നിങ്ങൾ പറയുന്ന കണക്ക് സുഡാപ്പി ആണെങ്കിൽ എല്ലാ പാർട്ടിക്കാരും ഈ സിനിമ ആക്ടർമാരെയും അതേപോലെ തന്നെ ഫുട്ബോൾ സ്നേഹിക്കുന്നവർ, ഫുട്ബോൾ കളിക്കുന്നവരെയാണെങ്കിലും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇവർ നമ്മൾ വെറുക്കുന്നത് എപ്പോന്നറിയോ? ഇവർ രാഷ്ട്രീയത്തിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരുടെ അധികാരം കൊതി കൊണ്ടായിരിക്കാം അവർ രാഷ്ട്രീയത്തിലേക്ക് ചെല്ലുന്നുള്ളത്. ഈ രാഷ്ട്രീയത്തിലേക്ക് അവർ പോകുമ്പോഴാണ് നമ്മൾ അവരെ വെറുക്കുന്നുള്ളത്. ഇപ്പോൾ സുരേഷ് ഗോപി എത്ര നല്ലൊരു നടനാണ്. കേരളത്തിൽ ഒരുപാട് പേര്, ചില ആളുകൾ ആരാധിക്കുന്നൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി ഇന്ന് BJPയിൽ പോയിട്ടാകുമ്പോൾ എത്ര പേര് വെറുത്ത്, എത്ര പേര് അതിൽ ചവിട്ടി എന്നറിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണിത്? അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ളവർ പോകാതിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട IM വിജയൻ സാറിന് അറിയാം, ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയാൽ കേരളത്തിൽ എനിക്ക് കിട്ടുന്ന വില ഒന്നും ഉണ്ടാവില്ല എന്ന്. അഥവാ കോൺഗ്രസ്സിൽ പോയില്ല ആണെങ്കിലും അതേപോലെ തന്നെയാണെങ്കിൽ മാർക്സിസ്റ്റിൽ പോയാലും BJPയിൽ പോയാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയാലും IM വിജയൻ സാറിനറിയാം, ഇന്ന് എന്നെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ എല്ലാവരും പുച്ഛിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിനെ ഇതായ കണക്കന്നെ, അതേപോലെ തന്നെ മമ്മൂട്ടിനെ മാർക്സിസ്റ്റാരെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നില്ലേ. എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. ഇപ്പോൾ അതാ നമ്മളെ ബിഗ് ബോസിലെ സൂപ്പർ സ്റ്റാറായ റോബിൻ BJPയിലേക്ക് പോയി. ഒരുപാട് പേര് അതിന് കമൻ്റ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ അഖിൽ മാരാർ BJP സപ്പോർട്ട് നടത്തിയിട്ട് അതിലേക്കും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവരില്ലേ സത്യത്തിനും രാഷ്ട്രീയത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട വിജയൻ സാർ പറഞ്ഞത് എത്ര കറക്റ്റാണ്. എനിക്ക് എല്ലാവരും വേണം, എനിക്കെല്ലാവരും. കാരണം വെച്ചാൽ എനിക്ക് ഏതൊരു ഇത് കിട്ടുന്ന സമയത്തും എനിക്കുണ്ടായിരുന്നത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു, മാർക്സിസ്റ്റ് ഉണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഏതൊരു ഇത് കിട്ടുന്ന സമയത്തും, പോസ്റ്റ് കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയെല്ലാം തരുന്നുണ്ടല്ല, ഇങ്ങനെയുള്ള ചെയ്യുന്ന ഈ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നവരെ പുച്ഛിക്കുന്നതാണ് ആൾക്കാർ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വിജയൻ സാർ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ, ഒരുപാട് ഇഷ്ടമായി. സാറ് നിങ്ങളൊരിക്കലും പരാജയപ്പെടില്ല. എന്നും നിങ്ങളുടെ പേര് ഓരോരു നമ്മുടെ കേരളത്തിൻ്റെ ഓരോരു ജനതയും ഓരോരോ ആളുകളും ഹൃദയത്തിൽ വെച്ച് നടക്കും. നമ്മുടെ PT ഉഷാനെ എത്ര ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. PT ഉഷ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയിട്ടാകുമ്പോൾ എല്ലാവരും വെറുത്തത് അല്ലേ? രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയിട്ടാകുമ്പോൾ വെറുത്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതാക്കിയില്ല. ഇപ്പോൾ എവിടെ എത്തി PT ഉഷ? എന്നിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട വിജയൻ സാറിന് കൊടുക്കാം ബിഗ് സല്യൂട്ട്.